എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ എണ്ണയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് പിന്നെ നമ്മൾക്ക് അതൊന്ന് ഊറ്റി എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് അയച്ചു തന്നെയാണ്. അവർ വീഡിയോ ഉണ്ടാക്കിയിട്ട് എണ്ണയപ്പം ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്ത് അയച്ചതാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ചെടുക്കണമെന്നില്ല, അരിപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി. പക്ഷേ ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി തരിതരിയായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങനെ ഭയങ്കര ഫൈൻ പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോളം വെള്ളം എടുത്തിട്ടുണ്ട്, ശർക്കര. അത് നമ്മൾക്ക് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് പാവ് കാച്ചി എടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ചെറിയ പഴമാണ്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. പിന്നെ തേങ്ങാക്കൊത്ത് വേണം. അത് 1 സ്പൂൺ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മൾക്ക്. അപ്പോൾ തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് അത് അവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾക്ക് ഈ വെല്ലം പാവ് കാച്ചിയത് പൊടിയിലോട്ട് അരിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് നമ്മൾക്ക് ആ പഴം ചേർക്കണം. നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർക്കുക. അതുപോലെ തേങ്ങാക്കൊത്തും ഒപ്പം തന്നെ അതിൻ്റെ ആ നെയ്യും കൂടെ ചേർക്കുക. പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചതാണ് 1 സ്പൂൺ, അത് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം എള്ള് ചേർക്കുക 1 സ്പൂൺ. നമ്മളിപ്പം കറുത്ത എള്ള് ഇല്ലാത്തതുകൊണ്ടാണ് വെളുത്ത എള്ള് ചേർത്തിരിക്കുന്നത്. കറുത്ത എള്ളാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി ഇത് മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 8 മണിക്കൂർ വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ആവശ്യത്തിന് ചേർത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയപ്പം ഉണ്ടാക്കുക. അത്രയേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല എളുപ്പം തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ അരി പൊടിച്ചിട്ട് ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ നേരിട്ട് അരിപ്പൊടിയിലും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. വറുക്കാത്ത അരിപ്പൊടി തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഇതേ നമ്മൾ എണ്ണയെല്ലാം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ പൊങ്ങി വരും നടുവ്. പിന്നെ നമ്മൾക്ക് 2 സൈഡ് നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ എണ്ണയപ്പം റെഡി ആയിട്ടുണ്ട്. നെയ്യപ്പം എന്ന് പറയും ഞങ്ങൾ പാലക്കാടിലെ എണ്ണയപ്പം എന്നാണ് പറയുക ഇതിന്. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.